ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന അരിയൊക്കെ കുതിർത്ത് അരച്ച് പാൽപ്പൊടിയൊക്കെ ചേർത്ത് കുറച്ച് മധുരമൊക്കെ ചേർത്ത് വളരെ ചെറിയൊരു മധുരത്തോടു കൂടിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇത്. ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പം എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഒരു 1/4 കപ്പ് പച്ചരിയാണ്. സാധാരണ പച്ചരി. അത് നന്നായിട്ട് വൃത്തിയായിട്ട് 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയിട്ട് ഓവർനൈറ്റ് ഒന്ന് കുതിരാനായിട്ട് വെക്കണേ. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ പകലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 5-8 മണിക്കൂറേ. എനിക്ക് ഈ സ്നാക്ക് വൈകുന്നേരം തയ്യാറാക്കാനായതുകൊണ്ട് ഞാൻ രാവിലെയാണ് കുതിർത്ത് വെച്ചത്. മൊത്തം ഒരു 8 മണിക്കൂർ കുതിർത്ത് വെച്ചേ. ഇപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞു. നമുക്ക് അതിൻ്റെ വെള്ളമൊക്കെ മാറ്റി നന്നായിട്ട് ഒന്നുകൂടെ കഴുകിയിട്ട് മിക്സി ജാറിലോട്ടിട്ട് നല്ലൊരു സ്മൂത്ത് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാമേ. അരയ്ക്കുമ്പോൾ വെള്ളം കൂടി പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ആദ്യം ഒരു 1/3 കപ്പ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറേശ്ശേ ചേർക്കാവുള്ളൂ കേട്ടോ. ഒരുപാട് ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സ്നാക്ക് ശരിയായിട്ട് കിട്ടത്തില്ലേ. ആദ്യം അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 കപ്പും 1 ടേബിൾ സ്പൂണും കൂടെ പൊടിച്ച പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ ലെവലായിട്ട് മിൽക്ക് പൗഡറും 2 ടേബിൾ സ്പൂൺ തന്നെ മൈദയും 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും ഒരു 2 നുള്ള് സോഡാപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഏത് കപ്പിനാണോ പച്ചരി എടുത്തത് ആ കപ്പിന് തന്നെ ഒരു 1/3 കപ്പ് വെള്ളം ഒഴിച്ച് വേണം ആദ്യം ഒന്ന് അടിച്ചെടുക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ പിന്നെ വെള്ളം ചേർത്ത് കൊടുക്കാവുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ ഈ വീഡിയോയും എൻ്റെ ഈ ചാനലുമൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടപ്പെടുകയാണ്, പ്രയോജനം ചെയ്യുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. നമ്മളിത് ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പെയാണ് സോഡാപ്പൊടി ചേർക്കേണ്ടത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പം ഓരോ ചെറിയ തവിയായിട്ട് നമ്മൾ ചൂടായി കിടക്കുന്ന എണ്ണയിലോട്ടൊന്ന് കോരി ഒഴിക്കണം. അതുപോലെ ചെറിയ ഫ്ലെയിമും മീഡിയം ഫ്ലെയിമും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ ഇതെല്ലാം തയ്യാറാക്കി എടുക്കാനായിട്ട്. ചൂട് കറക്റ്റാണെന്നുണ്ടെങ്കിൽ ഇതൊഴിച്ച് കഴിഞ്ഞിട്ട് ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് അത് തനിയെ മുകളിലോട്ട് പൊങ്ങി വരും. അത് കഴിഞ്ഞ് മുകളിലോട്ട് എണ്ണ ഒരിച്ചിരുന്നിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു സൈഡ് ആയിന്ന് തോന്നിക്കഴിയുമ്പോഴേക്കും തിരിച്ചിട്ട് ആ സൈഡും 2 സൈഡും ഒരുപോലെ ഒരു ലൈറ്റ് ബ്രൗൺ കളറിലായി കഴിയുമ്പോഴേക്കും നമുക്കിത് ഓരോന്നായിട്ട് എണ്ണയിൽ നിന്ന് മാറ്റാവേ. ഈ ഒരു സിമ്പിൾ സ്നാക്ക് നിങ്ങൾ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണേ. ചായയുടെ കൂടെയൊക്കെ വൈകുന്നേരം കഴിക്കാനായിട്ട് നല്ലൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. താങ്ക്